കുഞ്ഞിച്ചു മിനാസാൻ വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദി ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡിൻ്റെ സീസൺ 3 എപ്പിസോഡ് 7 മലയാളം മാൻഹോ എക്സ്പ്ലനേഷൻ ആണ്. ഗൈസ്, ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഇതിനു മുമ്പിട്ടുള്ള വീഡിയോസ് കണ്ടിട്ട് മാത്രമേ ഈ ഒരു വീഡിയോ കാണാൻ പാടുള്ളൂ. പിന്നെ ഒരു കാര്യം, എനിക്കറിയാം കുറച്ച് ദിവസമായി നമ്മൾ ചെയ്തിട്ട് കാര്യം കുറച്ച് നമുക്ക് കോട്ടപ്പാകാനുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ഇത്രയും താമസിച്ചത്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ താഴത്തുള്ള ആ ഒരു ഹൈ ബട്ടൺ ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് അമർത്താൻ മറക്കണ്ട കേട്ടോ. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങുന്ന നേരത്ത് നമ്മുടെ ക്ലാരിയായിട്ട് ക്ലൈവിൻ്റെ പുറകെയും അതേപോലെ കർട്ടസ് ആയിട്ട് നമ്മുടെ ടെസ്റ്റിൻ്റെ പുറകെ പോകുന്നുണ്ട്. ഈ സമയത്ത് ആർത്തർ പറയുന്നുണ്ട് കർട്ടസ് എന്തായാലും ടെസ്റ്റിനെ ഡിഫീറ്റ് ചെയ്യാൻ പോകുന്നില്ല, പക്ഷേ അത്യാവശ്യം കുറച്ച് നേരം പിടിച്ചു നിർത്താൻ സാധിക്കും. ഈ സമയത്താണ് അവൻ്റെ ഫ്രണ്ടിലേക്ക് അവൻ നടന്നു വരുന്നത്. അത് മറ്റാരും അല്ലായിരുന്നു, നമ്മുടെ ലൂക്കസ് ആയിരുന്നു. ആർത്തർ പറയുന്നുണ്ട് സൈറസ് അക്കാഡമി ചേർന്ന് ഇപ്പോൾ ഞാൻ ഓർത്തത് ഞാൻ കുറച്ച് ഹമ്പിളായി പോയെന്നാണ്, പക്ഷേ അതത്ര നല്ല തോട്ടല്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആർത്തർ തൻ്റെ സൂർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ അവൻ പറയുന്നുണ്ട് എന്തു പറ്റിയടാ, നിനക്ക് പേടിയുണ്ടോ, നിന്റെ റെപ്യൂട്ടേഷനെല്ലാം ഒരു ദിവസം കൊണ്ട് നഷ്ടപ്പെടുമെന്ന്. ഈ ടൈമിലാണ് നമ്മുടെ ഗ്ലോറി ആർത്തറിനെ നോക്കുന്ന കാര്യം മനസ്സിലായത്. ആർത്തറിന് മനസ്സിലായി ഇവർക്കെല്ലാവർക്കും ഒരു ഷോ തന്നെയാണ് വേണ്ടതെന്ന്. അടുത്ത സെക്കൻഡിൽ തന്നെ ആർത്തർ അത് അൺലീഷ് ചെയ്തു. ഇത് കണ്ട ലൂക്കസ് ഞെട്ടി ഗ്ലോറിയായിട്ട് ശരിക്കും അതിശയത്തോടെ തന്നെ നോക്കി. ഈ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ കർട്ടസും ബാക്കിയുള്ളവർ എല്ലാവരും ഒന്ന് ഞെട്ടി. നമ്മുടെ ടെസ്സിന് മനസ്സിലായി ആർത്തർ തുടങ്ങിയെന്ന്. അടുത്ത സെക്കൻഡ് നമ്മൾ കാണുന്നത് ആർത്തർ തൻ്റെ ഓരയൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവിടെ അങ്ങനെ നിൽക്കുന്നതാണ്. പിന്നെ ഒന്നും നോക്കില്ല, നേരെ ലൂക്കസിന് നേരെ വന്നിട്ടുണ്ട്. ലൂക്കസ് ഒന്ന് ഞെട്ടി. എന്നിട്ട് പുള്ളിക്കാരൻ ഒരു സ്പെല്ല് ക്രിയേറ്റ് ചെയ്യും. ആ സ്പെല്ലിൻ്റെ പവറാട്ടെ ഒരു ഇൻഫോർണ കേജ് ആയിരുന്നു, അത് മുകളിലേക്ക് പൊങ്ങും. ഈ ടൈമിൽ തന്നെ ആർത്തർ അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിലും ആ ഒരു അറ്റാക്ക് ആർത്തറിൻ്റെ നേരെ വരികയും ആർത്തർ അത് ഡോഡ്ജ് ചെയ്തിട്ട് അത് തിരിച്ച് ഡിഫ്ലക്ട് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് തൻ്റെ എർത്ത് എലമെൻറ്റ് യൂസ് ചെയ്ത് നമ്മുടെ ലൂക്കസിൻ്റെ ഓരോ അറ്റാക്സും അവൻ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് തന്നെ അതെല്ലാം ഡോഡ്ജ് ചെയ്ത് മാറുന്നുണ്ട്. ആർത്തർ മാറി നിന്ന് ആർത്തർ അപ്പോഴാണ് ആ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ലൂക്കസ് ആട്ടെ കുറച്ചധികം അറ്റാക്സ് ഓൾറെഡി കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടെ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ നമ്മുടെ ആർത്തറിൻ്റെ നേരെ വിടുന്നുണ്ട്. അതെല്ലാം കൂടെ ആർത്തറിൻ്റെ നേരെ വരുന്നുണ്ടെങ്കിലും ആർത്തറായിട്ട് അത് വളരെ സിമ്പിളായിട്ട് തന്നെ ഡോഡ്ജ് ചെയ്ത് മാറുകയും ചെയ്യും. പക്ഷേ ഈ എക്സ്പ്ലോഷൻ ഒന്നും അത്ര സിമ്പിൾ അല്ലായിരുന്നു. ആർത്തറിൻ്റെ മേത്തിലേക്ക് ഓരോന്നും വന്ന് വീഴുന്നുണ്ടായിരുന്നു. ആർത്തറായിട്ട് കഷ്ടപ്പെട്ട് അത് ഡോഡ്ജ് ചെയ്യാനും തുടങ്ങി. നല്ല പവർഫുള്ളായിട്ട് തന്നെ അവൻ ഡോഡ്ജ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഇത് കാണുന്ന ലൂക്കസ് പറയുകയും ചെയ്യും അത് തന്നെ ഞാൻ പറയുന്ന പോലെ നീ ഡാൻസ് കളിക്കുക. ഈ ടൈമിൽ തന്നെ ബാക്കിയുള്ള അറ്റാക്സ് ആർത്തറിൻ്റെ നേരെ വരികയും ആർത്തറായിട്ട് അത് ഓരോന്നിട്ട് ഡോഡ്ജ് ചെയ്യുന്നുണ്ട്. ഈ ടൈമിൽ തന്നെ സിൽവി ചോദിക്കുന്നുണ്ട് പപ്പ താങ്കൾ ഓക്കെ അല്ലേ? സിൽവി ഞാൻ ഓക്കെയാണ്, ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ ചെയ്യുന്നു? കുഴപ്പമില്ല, കർട്ടസിൻ്റെ എതിരെ മാമ ജയിക്കുന്നുണ്ട്, പക്ഷേ ക്ലാരിയ ആ ഗ്രംബിക എന്നെ തോപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്തെങ്കിലും അൺയൂഷ്വലായിട്ട് സംഭവിച്ചാൽ നീ എന്നോട് പറയണമെന്ന് പറയും. ഇവനൊരു അഡ്വഞ്ചർ ആയിരുന്നപ്പോൾ ഇവൻ്റെ മാനപ്പോൾ ഇത്രയും വലുതല്ലായിരുന്നു പറഞ്ഞിട്ട് നേരെ ലൂക്കസിന് നേരെ വരുന്നുണ്ട്. പക്ഷേ ലൂക്കസ് ആട്ടെ പെട്ടെന്ന് ഒരു ഹ്യൂജ് അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആർത്തർ നേരെ ബാക്കിലേക്ക് ചാടിയും ചെയ്യും. അവൻ പറയുന്നുണ്ട് വാട്ടറോ ഫയറോ ഇല്ലാതെ എനിക്ക് ഈ ഹീറ്റിനെതിരെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നതല്ല. അതേപോലെ തന്നെ എൻ്റെ മാനപ്പോൾ ഇവനോട് പിടിച്ച് നിർത്താൻ പറ്റുമെന്നും എനിക്ക് തോന്നുന്നില്ല. ആ ടൈമിൽ ലൂക്കസ് പറയുകയും ചെയ്യും എന്തായാലും ഞാൻ രക്ഷപ്പെട്ടു, ഞാനെങ്ങനെ ഡിസിപ്ലിനറി കമ്മിറ്റി ചേർന്ന് കഴിഞ്ഞാൽ നിന്നെപ്പോലുള്ള ഒരു കാരണം ഞാൻ ചിലപ്പോൾ ഈ സ്കൂൾ തന്നെ ക്വിറ്റ് ചെയ്തെന്ന്. ഈ ടൈമിൽ തന്നെ ആർത്തർ നേരെ ബാക്കിലേക്ക് ചാടിയിട്ടുണ്ട്. എന്നിട്ട് പറയുകയും ചെയ്യും എനിക്കെന്തായാലും വിൻഡ് യൂസ് ചെയ്ത് ഒരു വലിയൊരു അറ്റാക്ക് കൊഞ്ചറിയാൻ സാധിക്കത്തില്ലെന്ന് പറയുന്നത് പുള്ളിക്കാൻ ഒരു അറ്റാക്ക് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും ആർത്തറിൻ്റെ കൈ പെട്ടെന്ന് പൊള്ളുകയും ചെയ്യും. എന്നിട്ട് ഒരു വലിയൊരു കല്ല് അവൻ്റെ നേരെ തട്ടി വീഴുന്നുണ്ട്. എന്നിട്ട് പറയുകയും ചെയ്യും ആർത്തർ നന്നായിട്ട് തന്നെ ആലോചിക്കുക, വിൻ മാജിക് എന്ന് പറയുന്നത് സിംപിളി പുഷ് ആൻഡ് പുൾ മാത്രമാണ്. അത് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഡിസയർ എഫക്റ്റ് വെച്ചാണ്. പക്ഷേ ഞാൻ ഈ എയറിൻ്റെ പാർട്ടിക്കിൾസ് തന്നെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാലോ, എനിക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആവശ്യമില്ലാത്ത ഫയർ എനിക്കെടുത്ത് കളയാൻ പറ്റുമല്ലോ. അത് ഓക്സിജനിലെ അടുത്ത സെക്കൻഡ് തന്നെ ആർത്തറിൻ്റെ നേരെ ഒരു ഹ്യൂജ് ആളുടെ അറ്റാക്ക് വരെ ആർത്തർ അത് ഡോഡ്ജ് ചെയ്യുകയും ചെയ്യും. നീ ഇങ്ങനെയാണോ സൈറസ് അക്കാഡമിയിലെ ആ ഒരു പ്രൊഫസറിനെ ഡിഫീറ്റ് ചെയ്തത്? അതും പേടിച്ചോടിക്കൊണ്ട് ആർത്തറിൻ്റെ നേരെ പവർഫുൾ ആയുള്ള ഒത്തിരിയധികം അറ്റാക്സ് വരുന്നുണ്ടായിരുന്നു. ആർത്തറായിട്ട് ബാക്കിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ ആ ഒരു ഫയർ എൻ്റെ മേത്ത് കൊള്ളുന്നതിന് മുമ്പ് തന്നെ അതെനിക്ക് കെടുത്താൻ സാധിക്കുമോ? അല്ല, എനിക്ക് ശ്വാസം എടുക്കാൻ സാധിക്കുമോ? ഞാൻ എൻ്റെ ഓക്സിജൻ ഫുള്ള് കളഞ്ഞാൽ? അല്ല, ഞാനെന്തിനാണ് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത്? ഇതെല്ലാം പഠിക്കാൻ വേണ്ടി മാത്രമല്ലേ ഞാൻ ഇവിടേക്ക് വന്നത്? ഗ്ലോറി അപ്പോൾ പറയുന്നുണ്ട് ലൂക്കസ് ഞാൻ കേട്ടതിലും അടിപൊളി തന്നെയാണ്. അവൻ്റെ ഇൻഫോർണ കേജ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി ടഫസ്റ്റ് ഫ്ലെയിം ആർട്ടിബിറ്റ് സ്പെൽ കൂടിയാണ്. അതവൻ ഇത്ര എളുപ്പത്തിൽ അതും ഇത്ര ഏജിൽ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞത് അതൊട്ടും നിസ്സാരമായ കാര്യമല്ല. അത് മാത്രമല്ല അവൻ്റെ മാന റിസർവ് എന്ന് പറയുന്നത് ഏകദേശം ഒരു സിൽവർ കോർ മേജ് ആയിട്ട് പറയാൻ സാധിക്കും. ടോർച്ച് സത്യം പറഞ്ഞാൽ ഈ ലോകം പെട്ടെന്ന് മാറുവാണ് കേട്ടോ. നമ്മളെപ്പോലുള്ളവർ പെട്ടെന്ന് ഇവിടുന്ന് പുറത്താകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എസ്പെഷ്യലി ഈ ആർത്തറിനെ പോലുള്ള പിള്ളേരുള്ളപ്പോൾ അവന് ഈ ഫൈറ്റിൽ നേരിടാനുള്ള പ്രോപ്പർലി ഒരു സ്പെല്ല് പോലും ഇല്ല. അത് മാത്രമല്ല അവൻ്റെ എലമെൻ്റ് മാജിക്ക് അവന് വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ് കൊടുക്കുന്നത്. അവൻ്റെ മൂവ്മെൻറ്റ്സ് ടൈറ്റാണ്, അവനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷേ എന്നിട്ട് അവൻ ഇത്ര നന്നായിട്ട് തന്നെ ഫൈറ്റ് ചെയ്തത് അതൊട്ടും നിസ്സാരമായ കാര്യവുമല്ല. പക്ഷേ ഒരു അറ്റാക്ക് അവൻ്റെ മേത്ത് കൊണ്ടു കഴിഞ്ഞാൽ അവൻ്റെ കാര്യം തീരുകയും ചെയ്യും. എന്നാലും
ആ ഒരു പ്രഷർ അതാണ് എന്നെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തിയത്. അവൻ എന്ത് തരത്തിലുള്ള ജീവിതമായിരിക്കും ജീവിച്ചിട്ടുള്ളത്, അത് ഇത്ര ചെറിയ ഏജിൽ തന്നെ അത്രയും പവർ കിട്ടാനായിട്ട്. ഈ സമയത്ത് തന്നെ ആർത്തർ അവിടെ താഴെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് പതുക്കെ എഴുന്നേറ്റിട്ട് എന്നിട്ട് ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങും. ഈ സമയത്ത് ഗ്ലോറി ആലോചിക്കുന്നുണ്ട്, അല്ല ഇവനെന്താണ് ചെയ്യുന്നത്, അവനിപ്പോൾ ശ്വാസം എടുക്കുന്നില്ലല്ലോ. ആർത്തറിൻ്റെ നേരെ കുറേയധികം അറ്റാക്സ് വരുന്നുണ്ടെങ്കിലും അതൊന്നും അവൻ മൈൻഡ് ചെയ്യുന്നില്ല. ആ ടൈമിൽ അവൾ ആലോചിക്കുന്നുണ്ട്, ഇവന് വലിയ വട്ടായ അവൻ്റെ യൂണിഫോം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ആർത്തർ അതൊന്നും മൈൻഡ് ചെയ്ത് വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങി. ഇപ്പോഴാണ് അവൾക്ക് ആ ഒരു കാര്യം മനസ്സിലായത്. ടോർച്ച് കുറച്ചുകൂടി താഴേക്ക് പോക്കെ. അങ്ങനെ അവർ രണ്ടുപേരും താഴേക്ക് പോയി. ആ സമയത്ത് അവൾ പറയുന്നുണ്ട്, ഇവൻ ശരിക്കും ഒരു മോൺസ്റ്റർ തന്നെയാണല്ലേ. കാര്യം ഒരു അറ്റാക്ക് പോലും നമ്മുടെ ആർത്തറിൻ്റെ മേത്ത് വന്ന് വീഴുന്നില്ലായിരുന്നു. ആ സമയത്ത് അവൾ പറയുകയും ചെയ്യും, ഈ വെൻ മാജിക്കിന് ഒരു പ്രത്യേകതയുണ്ട്. നല്ല കോൺസെൻട്രേഷനും നല്ല മൈൻഡും ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു എയർ മാനിപ്പുലേറ്റ് ചെയ്യാനും അത് കൺട്രോൾ ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു മേച്ചിന് തൻ്റെ ഒപ്പോണൻറ്റിൻ്റെ ലെങ്സിൻ്റെ അകത്തുള്ള എയർ സക്കൗട്ട് ചെയ്യാനും സാധിക്കും. പക്ഷേ അതിന് മണിക്കൂറുകൾ നീണ്ട ആ ഒരു കോൺസെൻട്രേഷൻ വേണം. എന്നാൽ ആ സമയത്ത് അവരുടെ എനിമി അവരെ തിരിച്ച് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വിൻ മേജിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു ലിവിങ് ടാർജറ്റിൻ്റെ ചുറ്റിനുള്ള എയറൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അത്രത്തോളം പാടായുള്ള ഒരു കാര്യമാണ്. പക്ഷേ അതുകൊണ്ട് മാത്രമാണ് ഈ വിൻ മേജൊക്കെ അവരുടെ പൊസിഷൻ കീപ്പ് ചെയ്തുകൊണ്ട് ലോങ് റേഞ്ച് അറ്റാക്സ് ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഒന്നാലോചിക്കുക, അവൻ ഈ നടക്കുന്ന ഈ ഒരു ഫൈറ്റിൻ്റെ ഇടയിൽ തന്നെ അവൻ്റെ ബോഡിയുടെ ചുറ്റിനുള്ള എയറൊക്കെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവനൊട്ടും തന്നെ നിസ്സാരക്കാരനല്ല. ആ സമയത്ത് തന്നെ ആർത്തർ മുന്നോട്ട് നടക്കുന്നുണ്ട്. എൻ്റെ ബോഡിന് ചുറ്റിനുള്ള എയറൊക്കെ ഞാൻ വാക്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് പറയാൻ നേരത്ത് നല്ല എളുപ്പമാണെങ്കിലും അത് അത്ര എളുപ്പമൊന്നുമല്ല. കാര്യം എനിക്ക് നന്നായിട്ട് തന്നെ പൊള്ളലേക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ എൻ്റെ യൂണിഫോം എത്ര പെട്ടെന്ന് നശിക്കാം ആ ഒരു ത്രഷോളിൽ എത്തുകയും ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അതിനു മുമ്പ് എനിക്ക് എങ്ങനെയെങ്കിലും ആ ഒരു ബാരലിലേക്ക് എത്തുകയും ചെയ്യണം. ഈ സമയത്ത് തന്നെ ലൂക്കസിന് ദേഷ്യം വരും. അവന് മനസ്സിലാകുന്നില്ല ഇവൻ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് പറയുന്നുണ്ട്, ഞാൻ എല്ലാം തീർത്തു തരാം, എൻ്റെ പ്രൊട്ടക്ടർ ഇവിടേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ അവൻ്റെ ഗാർഡിയനെ അവിടേക്ക് അൺലീഷ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ഗാർഡിയൻ ആർത്തറിൻ്റെ നേരെ ഓടി വരികയും ചെയ്യും. ഈ സമയത്ത് ആർത്തർ പറയുന്നുണ്ട്, അവസാനം അവൻ അവൻ്റെ ലിമിറ്റിലേക്ക് എത്തിയില്ലേ. പെട്ടെന്നാണ് ആർത്തറിന് ആ ഒരു കാര്യം സെൻസ് ചെയ്യാൻ സാധിച്ചത്. അല്ല അതെന്താണ്? ആ ടൈമിൽ സിൽവി പറയുന്നുണ്ട്, പപ്പ മാമ ഡേഞ്ചറിലാണെന്ന് പറയാൻ നേരത്ത് പെട്ടെന്ന് ലൂക്കസിൻ്റെ ഗാർഡിയൻ വന്ന് ആർത്തറിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആർത്തറെ ഡോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ നേരെ ബാക്കിലേക്ക് വന്ന് വീഴുവാണ്. ആ സമയത്താണ് ഗ്ലോറി പെട്ടെന്ന് അവിടേക്ക് പറക്കുന്നത് കാണുന്നത്. ഇത് കണ്ടപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സമയത്ത് ലൂക്കസിൻ്റെ ഗാർഡിയൻ അവനെ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടെങ്കിലും തൻ്റെ ബീസ്റ്റ് വില്ലി അവൻ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ അവൻ്റെ ഫുൾ പവർ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാവരും സ്റ്റക്കായി. കാര്യം അത്രത്തോളം സ്പീഡിലാണ് ആർത്തർ ഇപ്പോൾ അനങ്ങുന്നത്. ഈ സമയത്ത് ആർത്തറിൻ്റെ ശരീരം നന്നായിട്ട് തന്നെ വേദനിക്കുന്നുണ്ടായിരുന്നു. അവൻ പറയും ചെയ്യും, കോപ്പ് എനിക്ക് ടെസ്റ്റിൻ്റെ അടുത്ത് വരെ എത്താൻ സാധിക്കുമോ? എന്നിട്ട് പുള്ളിക്കൻ അവിടേക്ക് ഓടുകയാണ്. ആ ടൈമിൽ സംഭവം വരുന്നതുകൊണ്ടല്ല, അവൻ ഇതിനു മുമ്പ് ഒരു സ്പെല്ല് യൂസ് ചെയ്യുന്നത് തന്നെ അവൻ്റെ മാന കംപ്ലീറ്റ്ലി അവിടെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാനും അതിപ്പോൾ ഒന്ന് നിലനിർത്താനും പറ്റുന്നില്ല. ആ ടൈമിലാണ് അവൻ അത് കാണുന്നത്. ദൂരെ നോക്കാൻ നേരത്ത് കർട്ടസായിട്ട് ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അത് ബീസ്റ്റ് വില്ലാണെന്ന് മനസ്സിലായത്. ഇതേ സമയം അപ്പുറത്തേക്ക് നോക്കാൻ നേരത്ത് നമ്മുടെ ടെസ്റ്റ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ടെസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് ഒന്നും തന്നെയില്ല. അതായത് അവളുടെ ഭാഗത്ത് ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയറോ ഡിഫൻസ് ടെക്നിക്കോ ഒന്നും തന്നെയില്ല. കോപ്പ് അതും പറഞ്ഞുകൊണ്ട് നിൽക്കാൻ ഇവിടെ സമയമില്ലെന്ന് പറഞ്ഞിട്ട് ആർത്തർ വീണ്ടും അവിടേക്ക് വീഴുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ എങ്ങനെയാ വീണ്ടും മുന്നോട്ട് ഓടും. എന്നിട്ട് ആ ഒരു അറ്റാക്ക് വരുന്നതിന് മുമ്പ് ടെസ്റ്റിൻ്റെ അടുത്തേക്ക് അവൻ ചെന്നിട്ടുണ്ട്. എന്നിട്ട് ടെസ്റ്റിനെ തൻ്റെ അടുത്തേക്ക് പിടിച്ചു നിർത്തിയിട്ട് പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും ഇപ്പോൾ ഇത് ബ്ലോക്ക് ചെയ്യാനുള്ള മാനയില്ല ടെസ്, എന്നോട് ക്ഷമിക്ക്, ഇത് കുറച്ച് വേദനിക്കൊന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു അറ്റാക്ക് ടെസ്സും അതേപോലെ ആർത്തറും ഒരുമിച്ച് കൊള്ളുന്നുണ്ട്. ആൻഡ് അത് മാത്രമല്ല ആ ഒരു ഹ്യൂജ് എക്സ്പ്ലോഷനും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. ഇനി എന്ത് സംഭവിക്കണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നാളെ വരെ കാത്തിരിക്കണം. കാര്യം നാളെ ആയിരിക്കും നമ്മൾ അടുത്ത വീഡിയോ ഇടാൻ പോകുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട.